ഹോർമൂസ് കടലിടുക്കിലൂടെ ഒരു കപ്പലിനെയും കടത്തിവിടില്ലെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ഇറാന് ഒരു റൂട്ട് മാപ്പ് പബ്ലിഷ് ചെയ്തിരുന്നു. ഈ റൂട്ടിലൂടെ കടന്നുപോയാൽ വെസൽസിന് മൈൻസിന്റെ ഭീഷണിയില്ലാതെ തന്നെ സേഫായിട്ട് കടന്നു പോകാമെന്നായിരുന്നു ഇറാൻ പറഞ്ഞിരുന്നത്. അതായത് ഇറാൻ ഹോർമൂസ് കടലിടുക്കിൽ പലയിടത്തും മൈൻസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അവർ പറയുന്നത് ഇത് റിമൂവ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കില്ല. എന്താണ് റിമൂവ് ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ കൃത്യമായ റെക്കോർഡ്സ് ഇല്ല. അവരുടെ കയ്യിൽ എവിടെയൊക്കെയാണ് ഇത് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഇറാന്റെ പക്കലില്ല. അതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് അത് റിമൂവ് ചെയ്യാൻ പറ്റില്ലെന്നാണ് ഇറാൻ പറഞ്ഞത്. അതിന് പകരമായിട്ട് അവരൊരു റൂട്ട് നൽകിയിരുന്നു. ഈ റൂട്ട് വഴി കടന്നുപോയാൽ ഈ കപ്പലുകളെല്ലാം സേഫ് ആണ് എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ റൂട്ടിൽ കൂടി വരികയാണെങ്കിൽ കറക്റ്റ് ഈ കപ്പലുകളെല്ലാം ഇറാന്റെ ഈ പോർട്ടിൽ എത്തുകയും അവിടെ ചെല്ലുമ്പോൾ IRGCയുടെ ആളുകൾ വന്നിട്ട് ഈ കപ്പലിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചോദിക്കും. അതിനുശേഷം ഒരു നിശ്ചിത ഫീസ് ഈ കപ്പലുകൾ ഈ IRGCക്ക് പേ ചെയ്യണം. അതിനുശേഷം ഈ കപ്പലുകൾക്ക് സേഫായിട്ട് പോകാം. അത്തരത്തിൽ ഒരു സംവിധാനമാണ് ഇറാൻ ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ പ്രസിഡന്റ് ട്രംപ് പറയുന്നത്, പ്രത്യേകിച്ച് ഈ ചർച്ച കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് പ്രസിഡന്റ് ട്രംപ് പറയുന്നത്, ഇത്തരത്തിൽ ഇറാൻ പണം ഉണ്ടാക്കേണ്ട, പകരം ഒന്നുകിൽ എല്ലാ ഷിപ്സിനെയും ഫ്രീ ആയിട്ട് കടത്തിവിടുക, അല്ലെങ്കിൽ ഒരു ഷിപ്പിനെയും അമേരിക്ക കടത്തിവിടില്ല എന്നാണ് പറയുന്നത്. ഇന്ന് കണ്ട കഴിഞ്ഞ ദിവസം IRGC റിലീസ് ചെയ്ത ഒരു വീഡിയോയിൽ കാണുന്നത് US നേവിയുടെ ഷിപ്സ് ഹോർമൂസ് കടലിടുക്ക് പാസിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വാൺ ചെയ്യുന്നു. US നേവി വാർഷിപ്പിന് മറ്റ് വെസൽസിനോടും അവർ പറയുന്നുണ്ട്, US വാർഷിപ്പ് നിങ്ങളുടെ വിസിനിറ്റിയിൽ വന്നാൽ തന്നെ നിങ്ങളൊരു 10 മൈൽ അകലം പാലിക്കണമെന്നും US നേവി വാർഷിപ്പിനെ അറ്റാക്ക് ചെയ്യാൻ IRGC പ്ലാൻ ചെയ്യുന്നതായിട്ടും അവര് മറ്റുള്ള ഷിപ്സിനും വാർണിംഗ് കൊടുക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ ഹോർമൂസ് കടലിടുക്കിലൂടെ ഒരു കപ്പലിനെയും കടത്തിവിടില്ല എന്ന പ്രസ്താവനയെ തുടർന്ന് എണ്ണയുടെ വില ബാരലിന് $103 എന്ന നിലയിൽ ഉയർന്നിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധത്തിൽ പങ്കുചേരില്ലെന്ന് ബ്രിട്ടീഷ് സർക്കാർ വ്യക്തമാക്കി. അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ചുള്ള കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യത്തെ തങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക ഉപരോധത്തിന്റെ ഭാഗമാകാൻ താൽപ്പര്യമില്ലെന്ന് ബ്രിട്ടൻ വ്യക്തമാക്കി. മേഖലയിലെ സംഘർഷം ലഘൂകരിക്കണമെന്നും സമാധാനം നിലനിർത്തണമെന്നും കെയർ സ്റ്റാർമർ ആവർത്തിച്ചു. ഹംഗറിയിൽ 16 വർഷം നീണ്ടുനിന്ന വിക്ടർ ഓർബന്റെ ഭരണത്തിന് അന്ത്യമായി. ഓർബന്റെ പാർട്ടിയിൽ തന്നെ നേരത്തെ പ്രവർത്തിച്ചിരുന്ന 45-കാരനായ പീറ്റർ മഗ്യാറാണ് ഈ ഒരു വിജയം നേടിയത്. വിക്ടർ ഓർബനെ പുറത്താക്കാൻ ഭൂരിഭാഗം ഹംഗേറിയൻ ജനതയെയും പ്രേരിപ്പിക്കുന്നതിൽ പീറ്റർ മഗ്യാർ വിജയിച്ചു. പീറ്റർ മഗ്യാറിന്റെ നേതൃത്വത്തിലുള്ള തിസ പാർട്ടി പാർലമെന്റിൽ 3/2 ഭൂരിപക്ഷവും നേടിയിരിക്കുകയാണ്. അവിശ്വസനീയമായ വിജയമാണ് അവർ സ്വന്തമാക്കിയിരിക്കുന്നത്. 16 വർഷത്തെ ഓർബന്റെ ഭരണത്തിന് ശേഷം ഹംഗറിയിൽ ഒരു പുതിയ രാഷ്ട്രീയ യുഗത്തിന് ഇതോടെ തുടക്കമായി. ഭരണകക്ഷിയായിരുന്ന ഫിഡസ് പാർട്ടിയിൽ നേരത്തെ നിർണായക പദവികൾ വഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. പിന്നീട് ഓർബന്റെ നയങ്ങളോട് വിയോജിച്ച് പുറത്തുവരികയായിരുന്നു. അമേരിക്കയിൽ ജനിച്ച ആദ്യത്തെ മാർപ്പാപ്പയാണ് പോപ്പ് ലിയോ. അദ്ദേഹം ഇറാനെതിരായ US-ഇസ്രായേൽ യുദ്ധത്തെ പരസ്യമായി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നു. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങളെയും യുദ്ധത്തെയും പോപ്പ് ലിയോ ശക്തമായി എതിർക്കുന്നു. ഇത് സമാധാനത്തിന് വിഘാതമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാർപ്പാപ്പയ്ക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു. പോപ്പ് ലിയോ കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ പരാജയപ്പെട്ട വ്യക്തിയാണെന്നും അദ്ദേഹത്തിന് വിദേശ നയത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലെന്നും പ്രസിഡന്റ് ട്രംപ് വിമർശിച്ചു. ടെന്നീസിൽ ഇറ്റലിയുടെ യാനിക് സിനർ മോണ്ടെ കാർലോ മാസ്റ്റേഴ്സ് കിരീടം സ്വന്തമാക്കി. നിലവിലെ ചാമ്പ്യനായ സ്പെയിനിന്റെ കാർലോസ് അൽക്കാറസിനെ പരാജയപ്പെടുത്തിയാണ് സിനർ തന്റെ കരിയറിലെ ആദ്യ ക്ലേ കോർട്ട് മാസ്റ്റേഴ്സ് കിരീടം നേടിയത്.